എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെട്ടിനാട് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബിരിയാണിക്ക് നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ പച്ചമുളക് അരച്ചിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള കനം കുറച്ചിട്ട് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഈ ചിക്കനിലൊക്കെ ഈ എരിവും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം ചതച്ചെടുത്തിരിക്കുന്നത്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 5 കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഒരു പാൻ എടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 5 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ 5 എണ്ണം അതിൽ കൂടുതലോ ഒക്കെ എടുക്കാം, പക്ഷേ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മസാലകൾ മാത്രമേ നമ്മൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കനിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. ഇപ്പോൾ ഇതിലുള്ളത് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് മല്ലിയിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കണം. അരി ഞാൻ ½ ആൻ അവർ കുതിർത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തതാണ്. ഇനി ഈ അരിയും ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കനിലേക്ക് അരിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് 3 കപ്പ് തിളച്ച വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പച്ചവെള്ളം ചേർക്കരുത്, നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ചേർക്കണം. ഞാനിപ്പോൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ടാണ് ചിക്കനും അതുപോലെ തന്നെ റൈസും വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി എന്നിട്ടിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു തവണ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ടൈം ഒന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും റൈസൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ചിക്കനും ഒക്കെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെയാണ് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത്. ഇത് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ.
ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസും ചിക്കനും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, റൈസും പാകത്തിന് വെന്തിട്ടുണ്ട്, ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ള ബിരിയാണിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്